അസ്സലാമലൈക്കും. അപ്പം ഇന്ന് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയട്ടോ. ഇന്ന് മക്കളൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ. ഒരു 8.5 മിനിറ്റ് ഉള്ളൂ. എന്നുണ്ടല്ലോ 20, 18, 15 ഇന്ന് 8.5 മിനിറ്റ് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളെ വിലയേറിയ സപ്പോർട്ടും ലൈക്കും കമൻറ്റും ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഇന്ന് അപ്പം ചുട്ടത് ചീയപ്പം തന്നെയാണ്. കറി ഉണ്ടാക്കിയിരിക്കുന്നത് കേങ്ങാണ്. അപ്പോൾ ചായയൊക്കെ മക്കൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചുടുന്ന വീഡിയോ എന്നിട്ട് കണ്ട് നിങ്ങളെ ഞാൻ മട്ടിപ്പിച്ചണില്ല. അപ്പോൾ അതാക്കണേ ഞാൻ ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിക്കാണ്ട് ഞാൻ എന്താട്ടി ചെടിയും നമ്മളെ പയറും ഒക്കെ നനക്കാനും വേണ്ടി ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ അയലോകത്തെ കുട്ടി ഇങ്ങനെ വർത്താനം പറയണേ, എന്താ സാനു എവിടെ, മിന്നുട്ടി എന്തേന്നൊക്കെ, ഹൻഷി എവിടെയെന്നൊക്കെ ചോദിച്ചാണ്. അപ്പോൾ അതിനുള്ള മറുപടി പറയണം കേട്ടോ. അപ്പോൾ ഒരു വിരുന്നു ഇനി അപ്പോൾ ഇന്നലെ അന്തിക്കാണല്ലോ വന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്നേ വന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇന്നലെ വന്നേന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മൾ ആദ്യം ചെടിയൊക്കെ നനക്കണം, പിന്നെ മണം മിറ്റടിച്ച് വരാൻ. അപ്പോൾ ഇതാക്കണേ നമ്മൾ പൈപ്പൊക്കെ തുറന്ന് നമ്മളെ ചെടിയും പിന്നെ നമ്മളെ പയറൊക്കെ നനക്കണം കേട്ടോ. അപ്പം രാവിലെയും വൈകുന്നേരം നമ്മൾ നനക്കൂട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പയർ നനക്കായിട്ട് ഇപ്പം ഇനി കായ്ച്ചാതൊക്കെ ഉണ്ട, വെള്ളം കിട്ടാന്നിട്ട് കായ്ച്ചാതൊക്കെ ഉണ്ട് എഴുതിയിട്ട് നമ്മളെന്താട്ടി നേരം പൊളിക്കുമ്പോൾ നനക്കും. അതേമാതിരി വൈകുന്നേരം ഒന്ന് നനക്കൂട്ടോ. അങ്ങനെ നമ്മളെ നനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെന്താട്ടി മിറ്റടിച്ച് വരാൻ വേണ്ടി ഇറങ്ങിക്കണേ. അപ്പം അങ്ങനെ മിറ്റടിച്ച് വരാൻ ഇറങ്ങുമ്പോഴാണ് കേട്ടോ നമ്മളിങ്ങനെ പയർ നനക്കാനും ഇതിനൊക്കെ വരൽ. അങ്ങനെ നമ്മൾ അടിച്ചോരലൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നിക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണേ മക്കൾക്ക് ചായയൊക്കെ കൊടുത്തപ്പോൾ ക്ലാസ്സൊക്കെ പൊട്ടിച്ചിക്കണേ. അപ്പോൾ നമ്മൾ ചീത്ത അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം നാളെ ഇഞ്ചത്തുനിന്നൊരു ക്ലാസ് പൊട്ടിയപ്പോൾ എന്താ ഞാൻ ഇഞ്ചത്തുനിന്ന് പൊട്ടിയത് കുഴപ്പമൊന്നും ഉണ്ടായില്ല. മക്കളെ തിന്നാളെ ഒരു ദിവസം ക്ലാസ് പൊട്ടി വെച്ചപ്പോൾ നമ്മൾ ഓലെ ചീത്ത അറിഞ്ഞേ. അപ്പോൾ പറഞ്ഞ് പൊട്ടിയപ്പോൾ സനു പറഞ്ഞ് ഉമ്മച്ചിൻ്റെ തിന്നാൾ ക്ലാസ് പൊട്ടിയപ്പം ചീത്ത അറിഞ്ഞിട്ടില്ലേ നിങ്ങളെ, അപ്പോൾ ഞങ്ങളെത്തുനിന്ന് പൊട്ടിയപ്പോൾ നിങ്ങൾ ചീത്ത അറിയാണില്ലേ. അപ്പോൾ ഇന്ന് ക്ലാസ് പൊട്ടിയപ്പോൾ ഞാൻ മക്കളെ ഒന്നും ചീത്ത അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളെത്തുന്ന ക്ലാസ് പൊട്ടിയാലേ നമ്മളാരെ ചീത്ത അറിയണത്, കുഴപ്പാൻ്റെ എത്തുന്ന കാലുടഞ്ഞാൽ പ്രശ്നമല്ല എന്ന് പറയുന്നിട്ടല്ലേ അന്നമാതിരി. നമ്മളെത്തുന്ന ക്ലാസ് പൊട്ടിയാലൊന്നും ഒരു കുഴപ്പമില്ല. അതേമാതിരി മക്കളെ എത്തുന്ന ഒരു ക്ലാസ്സോ പാത്രമോ ഒക്കെ പൊട്ടിക്കണമെന്ന് വെച്ചിങ്ങനെയല്ല നമ്മളോലെ പുളിച്ച ചീത്ത അറിയും. അതേമാതിരി കണ്ണൊട്ടുന്ന ചീത്ത അറിയില്ലേ. അപ്പം അതന്നെ ആയതുകൊണ്ട് ഞാൻ ആലോചിച്ചിട്ട് പിന്നെ ഞാൻ ചീത്തയൊന്നും പറഞ്ഞില്ല കേട്ടോ. പൊട്ടേണ്ടത് ഏതായാലും പൊട്ടി, പിന്നെ ഇപ്പോൾ നമ്മൾ ഓല അടിച്ചിട്ടോ ചീത്ത അറിഞ്ഞിട്ടോ ഒരു കാര്യമില്ലല്ലോ. അതുമാതിരി നമ്മളെത്തുന്ന പൊട്ടിയാൽ നമ്മളാരാ ചീത്ത അറിയണത്, നമ്മളാരാ തല്ലുന്നത്, ആരുമില്ല. അപ്പോൾ ഞാൻ അത്രയും ആലോചിച്ചിട്ടുള്ളതിന്. അപ്പോൾ 2 ക്ലാസ് പൊട്ടിക്കണം കേട്ടോ. പൊട്ടിയപ്പോൾ വല്ലാത്തൊരു സങ്കടമൊക്കെ ഉണ്ട്. ഇനി 2 പൊട്ടിയില്ലേ, പറഞ്ഞിട്ട് കാര്യമല്ല. പൊട്ടേണ്ടത് ഏതായാലും പൊട്ടി കഴിഞ്ഞ് ഇനിയിപ്പോൾ പോയ ബസ്സിന് കജ്ജാട്ടിയിട്ട് കാര്യമല്ലല്ലോ. ഇനി വരുന്ന ബസ്സിന് കജ്ജാട്ട. ഇനി നമുക്ക് മക്കൾക്ക് ചായ കൊടുക്കുമ്പോൾ പൊട്ടുന്ന ക്ലാസ്സിൽ കൊടുക്കണ്ട, അത്രേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അങ്ങനെ ഇതാക്കണേ നമ്മൾ അകടിച്ചോരി തുടക്കുകയാണ് കേട്ടോ. അപ്പം അകടിച്ചോരി വേഗം തുടക്കുകയാണ്. അപ്പോൾ പാത്രം മോറിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാക്കണേ വേസ്റ്റ് എടുക്കാൻ വേണ്ടി ആ ചേച്ചി വന്നിക്കണം കേട്ടോ. അപ്പോൾ ഈ മാസം നമുക്ക് വേസ്റ്റ് കൊടുക്കാമല്ല, കുറച്ചേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത മാസം വരുമ്പോൾ തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ ചേച്ചി അങ്ങനെ പോയി. ഇനി നമുക്ക് അടുത്ത മാസം ഉണ്ടായിട്ട് കൊടുക്കാം. അപ്പം കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പം കൊടുക്കുമ്പോൾ കുറച്ച് വേണ്ടേ, അപ്പോൾ ഇതിന് തന്നെ ആയിക്കോളും. അപ്പോൾ കുറച്ചുള്ളൂ. അപ്പോൾ അതവിടെ വെച്ചിക്കണം. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ അടുക്കള തുടച്ചിട്ടില്ല കേട്ടോ. അടുക്കള പിന്നെ ഞാൻ പാത്രമൊക്കെ മോറി കഴിഞ്ഞ് നമ്മളെ വീതനയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടേ നമ്മൾ തുടക്കുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്നറിയോ, പിന്നെ നമ്മൾ അടുക്കള പിന്നെയും തുടക്കാനാകും. അപ്പോൾ ഏതായാലും പിന്നെയും തുടക്കേണ്ടി വരും. കാരണം നമ്മൾ ചോറ് വെച്ചിട്ടില്ല, ചാറുണ്ടാക്കിയിട്ടില്ല, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓരോന്ന് കേയ്കലും ഇതൊക്കെ ആക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ചാടാതെക്കില്ല. അപ്പോൾ രണ്ടാമതൊരു ഏതായാലും തുടക്കണം. അപ്പോൾ ഇപ്പോൾ ഏതായാലും ഞാൻ ഈ തുടക്കണീൻ്റെ കൂട്ടത്തിൽ തുടക്കാൻ ഞാൻ വല്ലാത്തൊരു പൊറുതിയിടുവാണ്. അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മൾ പിന്നെ തുടച്ച് വൃത്തിയാക്കണം കേട്ടോ. ആദ്യം നമ്മളെ വീതനയും ഗ്യാസും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ ചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ചിരിക്കുന്നത് തുള്ളി പഴഞ്ചോറുണ്ട്, അതൊന്ന് തിളപ്പിച്ച് വിറ്റാനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് എന്നും ഇപ്പൊക്കെ ഒരു പഴഞ്ചാറും ഒക്കെ തന്നെ ഉള്ളൂ. പക്ഷേങ്കിൽ മക്കളെ അതൊന്നും നമ്മൾ കളയാൻ പറ്റില്ലല്ലോ, നല്ല ചോറാണ്. അപ്പോൾ പിന്നെ അന്നല്ലേ കളയാൻ പറ്റില്ല. അത് എഴുതിയിട്ട് നമ്മൾ എന്താട്ടും തിളപ്പിച്ച് വിറ്റിക്കാണ്ട് അത് തിന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ കരുതേണ്ട അപ്പൊക്കെ ഒന്നും പഴഞ്ചോറ് തന്നെയാണോ, നിങ്ങളാരും കരുതേണ്ട കേട്ടോ. അന്നം കളയാൻ പറ്റില്ലല്ലോ, കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് കരുതിച്ചേണ്ടി വരും. അത് കിട്ടാത്തവരും എത്ര ആൾക്കാരുണ്ട്, നമ്മൾ അത്ര ആലോചിച്ചാൽ മതി. അപ്പം ഇനി എന്തിനാ ഈ പഴഞ്ചോറ് തന്നെ തിന്നാൻ നിൽക്കണമെന്ന് ചിലപ്പോൾ കമൻറ്റൊക്കെ വരും. അതിനും വേണ്ടി ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പഴഞ്ചോറ് എന്ന് വെച്ചാൽ നല്ല ചോറാണ്, തിളപ്പിച്ച് വിറ്റാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഫ്രിഡ്ജിക്ക് വെച്ചാൽ അത്രയും കുഴപ്പമുണ്ടാവില്ല.
അപ്പോൾ പറ്റണതൊക്കെ ആണെന്നുവെച്ചെങ്കിൽ നമ്മൾ തിന്നലുണ്ട്. പറ്റ നാശമായിക്കണെന്നുവെച്ചെങ്കിൽ നമ്മൾ കുറച്ച് മീൻചാറൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പൂച്ചക്കുട്ടിയൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പം അങ്ങനെ എങ്ങനെയായാലും നമ്മൾ അന്നം കളയലില്ല. പൂച്ചാളാണെങ്കിൽ പൂച്ചാളും, മനുഷ്യന്മാർക്ക് തിന്നാൻ പറ്റുകയാണെങ്കിൽ മനുഷ്യന്മാരും തിന്നലുണ്ട്. അപ്പം അങ്ങനെ ഏതായാലും അന്നം കളയലില്ല എന്നപ്പം ഞാൻ ചുരുക്കി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇഞ്ഞ പൊന്തിച്ച് പറഞ്ഞതൊന്നല്ല കേട്ടോ. ഞാൻ ഇനിയിപ്പോൾ അതിനൊരു കമൻറ്റ് വേണ്ടി എന്താ അയിമ സൈക്കിൾ എടുത്ത് കൂടണ്ട, ഇനി ഞാനെന്തന്നെ പൊക്കി പറഞ്ഞു എന്ന് പറഞ്ഞു കണ്ടു കേട്ടോ. ഇനി അയിമ നിങ്ങൾ സൈക്കിൾ എടുത്ത് കൂടല്ലേ. പിന്നെ ഇതാക്കണ ഇനി മീൻ ചാറാണ് വെക്കണമെന്ന്. അപ്പോൾ ഇതാക്കണ ഞാൻ പിന്നെ കുറച്ച് വെള്ളം പാർന്നിക്കണേ. അതിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇട്ടിക്കണേ, തക്കാളി ഇട്ടിക്കണേ, 2 പച്ചമുളകും ചീന്തി ഇട്ടിക്കണേ. കൊടുമ്പുളി നമ്മൾ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിക്കണം കേട്ടോ. ഇന്നെങ്കിൽ പുളി ഇറങ്ങുള്ളൂ. പുളി ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഒരു കയ്പ്പേക്കാരം ഈ ചാറ്റിന്. അപ്പോൾ കുറേ ദിവസം വെക്കണം തേങ്ങ അരച്ച് ചാറ് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ച് ചാറ് വെച്ചാൽ എന്താ ടീ, ഇന്ന് നമ്മൾ ചാറ് വെച്ചാൽ നാളെ നമുക്ക് ചപ്പാത്തി ചൂടാന്നുള്ളൊരു മനസ്സിലൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതിക്ക് ചാറും ആകും. അങ്ങനെ മനസ്സിൽ കരുതിയിട്ട് നമ്മൾ കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും മല്ലിയും പെരിഞ്ചീരകം ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കലക്കി വെച്ചിട്ട് നമുക്ക് ഗ്യാസുമൊക്കെയാണ് വെച്ച് കൊടുക്കുക. ഇത് എളുപ്പമാണ് കേട്ടോ. എന്നിട്ട് പിന്നെ തിളച്ച് വെന്ത് നമ്മളെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേന് ഞാൻ കുറച്ച് മീനെടുത്തിട്ട് ഞാനിതാക്കണേ ഒന്ന് മസാല കൂട്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണേ കുഞ്ഞമത്തി ആണെങ്കിലും ഇപ്പോൾ നല്ല രസമാണ് കേട്ടോ ഈ മത്തി. അപ്പോൾ 1,450 ഉറുപ്പ്യ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മീൻ കിട്ടീനി. അപ്പോൾ ആ മീനിന് ഞാൻ കുറച്ച് നന്നാക്കി എടുത്തിട്ട് വേഗം കുറച്ച് പൊരിച്ചാനും കുറച്ച് ചാറും വെക്കാതെ. അപ്പോൾ വലിയ പാത്രത്തിൽ നിന്ന് ചെറിയ പാത്രത്തിൽ ആക്കി വെച്ചിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ചാറൊക്കെ ഇതാക്കണം നല്ലോണം തിളച്ച് ഇതാക്കണം. അപ്പോൾ ഇനി തേങ്ങ അരക്കണമല്ലോ. അപ്പോൾ 2 ജീരുള്ളി തേങ്ങയും ഒക്കെ ഇട്ട് മിക്സിൻ്റെ ജാലിട്ട് നല്ലോണം അരക്കുക. അപ്പോഴത്തേന് നമ്മൾ തക്കാളിയൊക്കെ വെന്തിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് കുത്തി ഉടച്ചിട്ട് നമ്മളെ മീനൊക്കെ പൊറുക്കിയിട്ടിക്കണം കേട്ടോ. അപ്പോഴത്തേന് മീൻ വേകുമ്പോഴത്തേന് നമ്മൾ എന്താ ടീം നമ്മളെ തേങ്ങ ഒന്ന് അരച്ചിക്കണേ. അപ്പോൾ നമ്മൾ ഇന്നലെ വെച്ച കുറച്ച് പയർ ബാക്കി ഉണ്ടായിനി. അപ്പോൾ നമ്മളെ കുട്ടി ചോറ് വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പയർ ബാക്കിയായത് കേട്ടോ. വലിയോന് ഓനാണ് പയറുപ്പേരിയൊക്കെ തീർപ്പതി. അപ്പോൾ ഓന് എന്താ കളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നേരം വൈകീനി. അപ്പോൾ ഓന് ചോറൊക്കെ അവിടുന്ന് കോളേജിൽ നിന്ന് ചെറുക്കന്മാരൊക്കെ വാങ്ങിക്കൊടുത്തത് വെച്ച് വന്നപ്പോൾ ഓൻ്റെ കൂട്ടാൻ ബാക്കിയായിട്ടോ. അങ്ങനെയാണ് ഈ ചോറും ബാക്കിയായത്. അപ്പോൾ അങ്ങനെ ഇതാക്കണേ ഓൻ്റെ ചോറാണ് കേട്ടോ ബാക്കിയായത്. അപ്പോൾ അത് കളയാൻ പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെ ഓൻ്റെ ചോറും ഓൻ്റെ പയറുപ്പേരൊക്കെ ബാക്കിയുണ്ട്. അതിപ്പോൾ അതൊക്കെയാണ് ചൂടാക്കണം കേട്ടോ. അങ്ങനെ ഇതാക്കണ ഞാൻ ജീരകമുള്ളിയൊക്കെ അരിഞ്ഞ് കരിവേപ്പ് ഇട്ട് തേങ്ങ അരച്ച് പാർന്ന് ഒന്ന് തിളച്ചപ്പോൾ ഞാനണ്ട് ഓഫാക്കി. പിന്നെ നമ്മളെ ഉള്ളിയും തന്നെ ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് നമ്മളെ ചാറ്റിക്കാണ് പാർന്ന് കൊടുക്കട്ടോ. ഇങ്ങനെ ചാറ് അടിപൊളിയാണ് കേട്ടോ. നല്ല രസമുണ്ട്. എനിക്ക് കുറേ ദിവസമായിക്കണ് മീൻ ഇങ്ങനെ തേങ്ങ അരച്ച് വെച്ചിട്ട്, അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിന് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചാറൊക്കെ തൂമിച്ച് പാർന്ന് സെറ്റ് ആയിക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണേ ഇനി നമുക്ക് മൂടിയൊക്കെ ഇങ്ങനെ മണ്ണും ചട്ടി ആയാലും എന്താണെന്നറിയാം ഓഫാക്കിയാലും കാണും ഇങ്ങനെ തിളച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണല്ലേ. അപ്പം അങ്ങനെ നമ്മൾ ഓഫാക്കി പിന്നെ മീൻ പൊരിച്ചാല ചട്ടിയൊക്കെ തീം വെച്ചിക്കണേ. അപ്പോൾ മീനൊക്കെ ഇതാക്കണേ നമ്മൾ പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്ന് നമ്മൾ ചട്ടിയിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇതാണ്. അപ്പം ചോറ് കാട്ടി തന്നില്ലല്ലേ. അപ്പോൾ ചോറ് നമ്മളവിടെ ഊറ്റി വെച്ചിക്കണേ. അപ്പോൾ ഇതാക്കണം മക്കളെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഇൻഷാ അല്ലാഹ് നാളെ വരെ കേട്ടോ.